ശരത്തെ, എവിടെയുണ്ട് ഇപ്പോ? ഞാൻ പുറത്താ. അങ്ങനെ നടന്നു. ഇങ്ങനെ പോയാലേ അധികം വൈകാതെ ചന്ദ്രയ്ക്ക് പുറത്ത് തന്നെ കഴിയേണ്ടി വരും. ഏതെങ്കിലും ഹോസ്റ്റലിലും അല്ലെങ്കിൽ ഏതെങ്കിലും വാടക വീട്ടിലും. അതിന് ഡിവോഴ്സ് നടക്കണ്ടേ? അതൊരിക്കലും നടക്കില്ലല്ലോ. എന്തിനാ ചന്ദ്ര ഡിവോഴ്സ്? അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഇപ്പോ. ആശുപത്രിയാണ്, അച്ഛന് സീരിയസ് ആണ്, ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇതൊരു ചാൻസ് ആയിട്ടാ അവരെടുത്തിരിക്കുന്നത്. എന്നിട്ട് കറങ്ങി നടക്കുന്നു. ദേവികയുടെ സിദ്ധുവിന്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. മനസ്സിലായി. ഞാൻ ചന്ദ്രയെ കുറ്റം പറയും. ചന്ദ്രയ്ക്ക് നട്ടലുണ്ടായിരുന്നെങ്കിൽ അവരെ നിലയ്ക്കിറത്താൻ പറ്റുമായിരുന്നു. അനുസരിക്കണ്ടേ പറഞ്ഞാല്? ഒരു ഭാര്യ വിചാരിച്ചാലാണോ അനുസരിപ്പിക്കാൻ പറ്റാത്തത്? അതിനെന്തൊക്കെ വഴികളുണ്ട്. ചന്ദ്ര പോരാ, ആ പോരായ്മ അവരവസരമാക്കി മാറ്റിയെടുക്കുന്നത്. ഈ ആശുപത്രിയിലെ മുഴുവൻ സ്റ്റാഫും വിചാരിച്ചിരിക്കുന്നത് സിദ്ധു ദേവിയുടെ ഭർത്താവാണ്. 1-2 പേരൂടെ അല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാരോടും കൂടി നടന്ന് പറയാൻ പറ്റൂ? അത് ശരിയാവും. വിവരം അറിയിച്ചതിന് നന്ദി. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാ ഇത്തവണ പ്രതികരിക്കേണ്ടത്. ചന്ദ്ര ആത്മാഭിമാനമുള്ള പെണ്ണാന്ന് അവരറിയട്ടെ. അങ്ങനെ വിടാൻ പാടില്ല ചന്ദ്രേ. അങ്ങനെ ഇപ്പൊ അവര് സൂഹിക്കണ്ട. ഞാൻ പണി കൊടുത്തോളാം. എനിക്ക് പലതിനും പരിമിതിയുണ്ട്. അതാ ഞാൻ അങ്ങോട്ട് കേറി ഇടപെടാത്തത്. ചന്ദ്രയ്ക്ക് അതല്ല, ചന്ദ്രയ്ക്ക് ഇടപെടാം. ഇടപെടണം. അവരുടെ ഒരുമിച്ചുള്ള കറക്കം ഇന്നത്തോടെ അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചിരിക്കും. മുമ്പ് പറയുന്നത് പോലെ അല്ല ഇത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ശരി. ഞാനെന്നാ പോയിക്കോട്ടെ. ശരി സിദ്ധു. എന്തുണ്ടെങ്കിലും വിളിക്കണം. കോടതിക്ക് അകത്താണെങ്കിൽ ഫോൺ എടുക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചോളാം. ശരി. ഒന്ന് നിന്നേ. എവരവനോട് നടക്കുന്ന മനസ്സിലാക്കാം. നീ ആ തെറ്റ് ചെയ്യുമ്പോഴാ സങ്കടം. സിദ്ധേട്ടന്റെ കൂടെ വന്നതാണോ തെറ്റ്? എന്താ അത് തെറ്റല്ലേ? അച്ഛനെ ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചത് സിദ്ധേട്ടനാണല്ലോ. അപ്പോ അതും തെറ്റായിരുന്നോ? അതുപോലെയാണോ ഇത്? എനിക്ക് രണ്ടും ഒരുപോലെ തന്നെയാ. സിദ്ധേട്ടനെ എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെ തന്നെയാ. നിനക്കാകെ ഒരു സഹോദരനെ ഉണ്ടായിരുന്നുള്ളൂ, സുധി. അവൻ മരിച്ചുപോയി. ആ സുധിയുടെ ഹൃദയ സിദ്ധുവിലിരിക്കുന്നത്. അതുകൊണ്ട് അവനെ മഹാനാക്കുന്നതുകൊണ്ട് നിനക്ക് പല ഗുണങ്ങളും ഉണ്ടാവുമായിരിക്കും. അതായിക്കോ. എന്റെ മോളെ ഇതിനകത്തേക്ക് വലിച്ചഴക്കണ്ട. എന്നെ ആരും വലിച്ചഴച്ചതൊന്നും അല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ട് വന്നതാ. അതിനി ആവർത്തിക്കാൻ പാടില്ലെന്നാ അമ്മ പറഞ്ഞത്. അതാ അമ്മ പറയട്ടെ. എന്റെ അഭിപ്രായം തന്നെയാ ശരത്ത് പറഞ്ഞത്. ഇവൻ പറയുന്നത് നീ അനുസരിക്കണം. ഒന്ന് നിർത്തുവോ? ഇതൊരു ആശുപത്രിയാ. അകത്ത് അനങ്ങാൻ പോലും വയ്യാതെ നമ്മുടെ അച്ഛൻ കിടപ്പുണ്ട്. ദയവ് ഇതിവിടെ വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആര് പ്രശ്നം ഉണ്ടാക്കി? ഉണ്ടാക്കിയത് മുഴുവൻ നീയല്ലേ. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യട്ടെ. എനിക്കറിയാം എന്ത് വേണോന്ന്. വിട്ട് കളഞ്ഞേക്കമ്മേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി പകരം ചോദിച്ചിട്ട് എന്ത് കിട്ടാന്? എല്ലാം കണ്ടോണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. എന്ത് വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചോളൂ. എടുത്തി വാ.
എന്തായി വാർഡിലേക്ക് മാറ്റിയോ? ഇല്ല. കരയാതെ പാർവതി, ഇല്ല ശരിയാവും. ഞാനും അത് പറഞ്ഞമ്മേ, മരിച്ചു പോകേണ്ട കേസാ, എങ്ങനെയെങ്കിലും കിട്ടിയില്ലേ? അമ്മയുടെ കഴുത്തി കിടക്കുന്ന താലിക്ക് നല്ല ബലമുണ്ട്, അതുകൊണ്ടാ അച്ഛനൊന്നും പറ്റായിരുന്നത്. കേറി കാണാൻ പറ്റൂ? ഇല്ല. ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് കരുത്, അല്ലെങ്കിൽ ഇപ്പോ